വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡിഫറെൻറ്റ് പായസമാണ്, പച്ച പപ്പായ പായസം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: പപ്പായ 2 കപ്പ്, അതായത് 200 ഗ്രാം, ശർക്കര 200 ഗ്രാം, തേങ്ങ ഒരു മീഡിയം വലിപ്പമുള്ളതും ഇതിൻ്റെ 1/4 ഭാഗം, ഫസ്റ്റ് പാൽ 1 കപ്പ്, സെക്കൻഡ് പാൽ 1/2 കപ്പ്, കാഡമം ഏലക്ക 3 എണ്ണം, ഗീ 3 ടേബിൾ സ്പൂൺ, വെള്ളം 1 കപ്പ്, നട്ട്സ് റൈസിൻസ് ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ അപ്പപ്പൊടി എടുത്തതാണ്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാം. ശർക്കരയും അതുപോലെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അത് അരിച്ചെടുക്കണം. പപ്പായ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് ഒരു ഉരുളിയിലേക്ക് മാറ്റി ഇനി അതിൽ ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിനു മുമ്പ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ നെയ്യ്. എന്നിട്ട് ഇതിപ്പോൾ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അപ്പപ്പൊടിയിലേക്ക് ഈ 2ാം പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ആ പൊടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്, അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കില്ലേ പായസം. ഇപ്പോൾ ഇത് ഒന്ന് കുറുകി വരണം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഫസ്റ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഫസ്റ്റ് പാലാണ് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് വരും. എന്നിട്ട് ഒന്ന് ചൂടായാൽ മതി, തിളക്കണ്ട. കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇറക്കാം. അപ്പോൾ അതേ കളറൊക്കെ മാറി തിക്നെസ്സൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇത് മാറ്റി വെച്ചിട്ട് നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്യാം. ഇത്തിരി നെയ്യ്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നട്ട്സ് ഇട്ടാണ്. ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ആയിട്ടുണ്ടത്, നമുക്കെടുക്കാം. റൈസിൻസ് ഇട്ട് കൊടുക്കണം. ഇത് പാട്ടുണ്ട്, നമുക്ക് എടുക്കാം. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നട്ട്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല അടപ്രഥമൻ പോലെ ഉണ്ട് ശരിക്കും. ഇത് കുടിക്കുമ്പോഴും അടപ്രഥമൻ പോലെ തന്നെ ഇരിക്കണം. ഇത് നല്ലൊരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.